ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിൾ റെസിപ്പിയാണ്, അതായത് റവ ഉപ്പുമാവാണ്. അതായത് നമ്മളൊരു 2 ടിപ്സ് ചേർക്കുന്നുണ്ട് ഇതിനകത്ത് നല്ല ടേസ്റ്റ് കൂടാനായിട്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനായിട്ട് ഒരു 150 ഗ്രാം റവയാണ് എടുത്തിരിക്കുന്നത്. ഈ പാത്രത്തിൽ ഒരു അധികം ഉണ്ട്. പിന്നെ ഒരു 4 സ്പൂണ് തേങ്ങ ചിരവിയത്, അത് മുഴുവൻ വേണ്ട. ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തതും, ഒരു 5 ചുവന്നുള്ളി കട്ട് ചെയ്തതും, ഒരു അരമുറി സവോള കട്ട് ചെയ്തതും, 3 ചെറിയ പച്ചമുളക് കട്ട് ചെയ്ത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചീനിച്ചട്ടിയിലേക്ക് ആ റവ ചേർത്ത് കൊടുത്തു. ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതായത് ഒരുപാട് അങ്ങോട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ട. അപ്പോൾ റവ ചൂടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, ഉപ്പുമാവ് വയ്ക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും ഒന്ന് പറഞ്ഞാണ്. ലൈറ്റായിട്ട് ഒരു 1.5 മിനിറ്റ് ഒന്ന് ഇളക്കിയത് അതേപോലെ കിട്ടുന്നുണ്ട്. ഒന്ന് തരിതരിയായിട്ട് ഇതേപോലെ വരുന്ന സമയത്ത് ഞാനൊരു വേറെ ബൗളിലേക്ക് ആ റവ മാറ്റി കൊടുത്തു. ഇനി നമ്മൾക്കത് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി അടുപ്പിലേക്ക് വെച്ചു. ഫ്ലെയിം ഓണാക്കി 1 ടേബിൾ സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 സ്പൂണിൽ താഴെ കടുക്, ഒരു 1/4 സ്പൂണ് ഉഴുന്ന് പരിപ്പ്, അത്ര തന്നെ നമ്മൾ പൊട്ടുകടല അതുകൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായി മെരിഞ്ഞ് വരുമ്പോൾ നമ്മൾക്ക് സവോള, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, ക്യാരറ്റ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളത് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഏകദേശം ഒരു 1.5 മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതി. ഇതേ ഘട്ടത്തിൽ നമ്മൾ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ റവ എടുത്ത ആ പാത്രത്തിലാണ് ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 to 1.5 അങ്ങനെ ഒരു കണക്കാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേ അളവിൽ നമ്മൾ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഒരു ടിപ്സ്. പഞ്ചസാര ചേർത്ത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ വെള്ളമെല്ലാം തിളയ്ക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, കുറേശ്ശെ റവ ചേർത്ത് പതിയെ ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് മുറുകി വരുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾക്കിത് ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന ഒരു 2 ടേബിൾ സ്പൂണ് നാളികേരം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ചില സ്ഥലത്ത് ഉപ്പുമാവ് വെക്കുമ്പോൾ നല്ല പൊരിയായിട്ടുണ്ടാവും. നമ്മളത് ശരിക്കും വെന്ത ഒരു ഉപ്പുമാവാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം കുറയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഇതേമാതിരിയാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ്. ഇനി അവസാനം നമ്മൾക്ക് വെളിച്ചെണ്ണ 1 സ്പൂൺ അതിൻ്റെ മേലെ, പച്ച വെളിച്ചെണ്ണ. സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിലോ ഓയിലോ കടുക് വറുത്ത് നെയ്യ് മേലെ ഒഴിക്കുക പതിവ്. ഇത് നേരെ എങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പുമാവ് ഞാൻ അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഒരുപാട് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ മൂടി തുറന്നിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല വെന്ത റവ ഉപ്പുമാവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്ന ടിപ്സൊക്കെ നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച കൊണ്ട് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് വേറെ പ്ലേറ്റിലേക്ക് പകർത്തി കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് റവ ഉപ്പുമാവൊന്നും കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമല്ല. എന്തായാലും പഴയ ആളുകൾക്കൊക്കെ ഇത് നല്ലപോലെ ഇഷ്ടപ്പെടും. കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്